വെൽക്കം ടു മെഡ്ഹെഡ് ഹബ്. ഒരുപാട് ക്ലാസ്സുകളിൽ പി ടി സി എന്ന് പറയുന്നുണ്ട്, ലൈക്ക് ഫാർമസ്യൂട്ടിക്കൽ തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നുണ്ട്. എന്താ ഈ സാധനം നോക്കിയാലോ, ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല. സോ പി ടി സി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടൊരു സംഭവമാണ്. കാരണം വെച്ചാൽ ഡ്രഗ് സേഫ്റ്റി, റാഷണൽ യൂസ്, ഈവൻ ദോ ഹോസ്പിറ്റൽ ഫോർമലറിയിൽ പോലും ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട്. ഇനി അതുമാത്രമല്ല, പി ടി സി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിസീഷ്യൻസ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, അവർ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് പോളിസീസ് ആയാലും അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫിനെ അഡ്വൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഡ്രഗ് റിലേറ്റഡ് മാറ്റേഴ്സും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിൽ അഡ്വൈസിങ് കൊണ്ടുവരാനും പിന്നെ അതിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ സൂപ്പർവൈസ് ചെയ്യാനും ഫാർമസ്യൂട്ടിക്കൽ തെറാപ്യൂട്ടിക് കമ്മിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ബേസിക് ഇൻട്രൊഡക്ഷൻ കേട്ടോ. സോ പി ടി സി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ക്രൂഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പി ടി സി എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? സോ ഫസ്റ്റ് വൺ ഈസ് അഡ്വൈസറി ആണ്. അഡ്വൈസറി എന്ന് പറയുമ്പോൾ എന്താണ്, പേര് പറയുന്ന പോലെ അഡ്വൈസ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, പോളിസീസ് റെക്കമെൻഡ് ചെയ്യാം, ഡ്രഗിൻ്റെ ഇവല്യൂഷൻ, സെലക്ഷൻ, തെറാപ്യൂട്ടിക് യൂസ് ഒക്കെ ചെയ്യാം. ഇനി അത് മാത്രമാണോ, അതായത് പേഷ്യൻ്റ് കെയർ എങ്ങനെയായിരിക്കണം, ഡ്രഗ് എങ്ങനെ സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലും ഗൈഡൻസ് കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല, എഫക്റ്റീവ് ആയിട്ടുള്ള ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് പ്രൊസീജിയർ കൺട്രോളിംഗ് ഒക്കെയും ചെയ്യാം. പ്രൊസീജിയർ കൺട്രോളിംഗ് എന്ന് പറയുമ്പം ഇൻവെൻട്രി, മിനിമം, മാക്സിമം, ലീഡ് ടൈം, അതൊക്കെ എല്ലാം ഉൾപ്പെടും കേട്ടോ. സെക്കൻഡ് വൺ ഈസ് എഡ്യൂക്കേഷനിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് എഡ്യൂക്കേഷൻ റിസർച്ച് പ്രോഗ്രാമുകൾ റിലേറ്റഡ് ടു ഡ്രഗ് ഡെവലപ്മെൻ്റ് ഒക്കെ വരാറുണ്ട് അല്ലെ ഹോസ്പിറ്റലിലൊക്കെ. സോ അത് പി ടി സി തീരുമാനിക്കുന്ന രീതികളിലായിരിക്കും അത് പോവുക, അല്ലെങ്കിൽ അവർ ഓവർസീ ചെയ്യും അല്ലെങ്കിൽ അവർ സൂപ്പർവൈസ് ചെയ്യും. സോ എന്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ നമുക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്താണ് നമ്മുടെ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മോറായിട്ട് നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിലെന്തുകൊണ്ടെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിന് ഉപയോഗമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കമെൻഡ് ചെയ്യുക, അത് ഏത് രീതിയിലായിരിക്കണം തീരുമാനിക്കുന്നതും ഇവർ തന്നെയാണ്. റിവ്യൂയിങ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ വിത്തിൻ ദ ഹോസ്പിറ്റൽ. സോ ബേസിക്കലി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് പ്യുവർലി എഡ്യൂക്കേഷനാണ്. കാര്യം എന്താണ്, ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് എ ഡി ആർ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് പഠിച്ച് അത് ലാസ്റ്റ് ഒരു എ ഡി ആർ എന്ന് ഫൈനലൈസ് ചെയ്യാൻ ടൈം എടുക്കും. സോ അത് എഡ്യൂക്കേഷനിലാണ്. ഇനി അതുമാത്രമാണോ, ഫോർമുലറി ഓഫ് ഡ്രഗ് റെഫറൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും അതും എഡ്യൂക്കേഷനിലാണ്. അതുമാത്രമല്ല, ഒരുപാട് എഡ്യൂക്കേഷൻ സ്കീം ഹെൽത്ത് പ്രൊഫഷണൽ സ്റ്റാഫ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും പി ടി സി ആയിരിക്കും കേട്ടോ. അവർ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുക. സോ നെക്സ്റ്റ് വൺ ഈസ് ഡ്രഗ് സേഫ്റ്റി ആൻഡ് അഡ്വേഴ്സ് ഡ്രഗ് മോണിറ്ററിങ്. ഓൾറെഡി നമ്മൾ എഡ്യൂക്കേഷനിൽ പറഞ്ഞു, എന്നാൽ ഇവിടെയും വരുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡ്രഗ് സേഫ്റ്റി എന്ന് പറയുന്നത് പേഷ്യൻ്റ് കെയറിൽ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. സോ ഡ്രഗുകളെ പറ്റിയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസുകൾ, ഡ്രഗിന് സ്പെസിഫിക് ഡ്രഗ് സ്റ്റാറ്റസുകൾ അറിയുക, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പല ഡ്രഗുകളും പലതരത്തിലാണ് നമ്മൾ ഓരോ ആൾക്കാരിൽ എഫക്റ്റ് ചെയ്യുക. സോ ഒരു എ ഡി ആർ വന്നു കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് പഠിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക, അത് ഫർദർലി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണോ, മറ്റുള്ള പേഷ്യൻസിനും കോമ്പാക്റ്റബിൾ ആണോ എന്നൊക്കെ നമ്മൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അതുമാത്രമല്ല, റെക്കമെൻഡിങ് പ്രിഫേർഡ് സ്റ്റാറ്റസ് ഫോർ സ്പെസിഫിക് ഡ്രഗ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് പ്രയോ ഓത്തറൈസേഷൻ ക്രൈറ്റീരിയ. സോ സ്പെസിഫിക് ഡ്രഗുകൾ റെക്കമെൻഡ് ചെയ്യുന്നത് പി ടി സി തന്നെയായിരിക്കും. മോണിറ്ററിംഗ് അഡ്വേഴ്സ് ഡ്രഗ് ഇൻസിഡൻസ് ആൻഡ് എൻഷുറിംഗ് പേഷ്യൻ്റ് സേഫ്റ്റി. എപ്പോഴും പറയുന്ന പോലെ പേഷ്യൻ്റ് സേഫ്റ്റിയും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസിനെ മോണിറ്റർ ചെയ്യുന്നതും. സോ ഫങ്ഷൻസ് ഓഫ് പി ടി സി ആണ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂടെ ഞാൻ ക്ലബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫോർമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പാർട്ടിസിപ്പേഷൻസ്, റിവ്യൂ മോണിറ്ററിംഗ്, റെക്കമെൻഡേഷൻസ്, കോസ്റ്റ് എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ, കൺട്രോൾ പ്രൊസീജിയേഴ്സ്. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഇനിയാണ് ഇൻവോൾവ് ആയ കാര്യം, ഒരു പി ടി സിയിൽ ആരൊക്കെ വേണം എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് 3 ഫിസീഷ്യൻസ് വേണം, ഒരു ഫാർമസിസ്റ്റ് വേണം, ഒരു നേഴ്സ് വേണം, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വേണം. അത് എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും കേട്ടോ. സോ ഫിസീഷ്യൻ ചെയർമാൻ ആയിരിക്കണം, ഫാർമസിസ്റ്റ് സെക്രട്ടറി ആയിരിക്കണം, അജണ്ട പിന്നെ മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത് ഒക്കെ ഇവരായിരിക്കും. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. എന്തൊക്കെയാണ്? 3 ഫിസീഷ്യൻസ്, ഫാർമസിസ്റ്റ്, റെപ്രസെൻറ്റേറ്റീവ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഫിസീഷ്യൻ ചെയർമാൻ ആൻഡ് ഫാർമസിസ്റ്റ് സെക്രട്ടറി. ഇത്രയും പേര് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ. സോ ഇനി റോൾ ഓഫ് പി ടി സി ഇൻ ഡ്രഗ് സേഫ്റ്റി. ഡ്രഗ് സേഫ്റ്റിയിൽ പി ടി സി എന്താ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഡ്രഗ് സേഫ്റ്റി ഡിസ്പെൻസേഷൻ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ക്വാളിഫൈഡ് രജിസ്ട്രേഡ് ഫാർമസിസ്റ്റ് സൂപ്പർവൈഷൻ ചെയ്യണം. ഇനി നോൺ ഫാർമസിസ്റ്റുകൾ ഡ്രഗ് ഡിസ്പെൻസ് ചെയ്യാൻ പാടില്ല. സേഫ് വർക്ക് പ്ലേസ്
പ്ലേസ്, സ്റ്റോറേജ് ഫെസിലിറ്റി, സ്റ്റോറേജ് ഗൈഡ് ലൈൻസ് കൊടുക്കുക, പിന്നെ ഓട്ടോണോമസ് സ്റ്റോപ്പ് ഓർഡർ ഫോർ ഡേഞ്ചറസ് ഡ്രഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഡേഞ്ചറസ് ഡ്രഗിന് കാറ്റഗറി ഉണ്ട്, ABC എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട് കേട്ടോ. അത് നമുക്ക് പഠിക്കാം, ഇപ്പോൾ പറയുന്നില്ല. സോ ഓട്ടോമാറ്റിക്കലി ചില ഡ്രഗുകൾ ഇപ്പം നമുക്ക് A കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻ യൂസിന് ഉപയോഗിക്കാറും ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക്കലി ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞുതരാം. ഡേഞ്ചറസ് ഡ്രഗിന് കാറ്റഗറി 1, 2, 3 അല്ലെങ്കിൽ ABC എന്നാ പറയാം കേട്ടോ. ചിലർ ABC എന്ന് പറയും, ചിലർ 1, 2, 3 പറയും. സോ ഫസ്റ്റ് 1 എന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻ യൂസിന് ഉപയോഗിക്കത്തുമില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ മോർ അബ്യൂസ് ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ LSD പോലെ ഡ്രഗൊക്കെ മെഡിസിൻ യൂസ് നമ്മൾ ഉപയോഗിക്കാറില്ല, എന്നാൽ ഒരുപാട് അബ്യൂസ് ഉണ്ടാവാറുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ഇവിടെ അബ്യൂസ് മാത്രമല്ല ഡിപ്പെൻഡൻസും ഉണ്ടാവും കേട്ടോ. 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ മെഡിസിൻ യൂസിന് യൂസ് ചെയ്യും, പക്ഷെ കോമൺ ആയിട്ട് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അബ്യൂസ് ഉണ്ടാവാറുണ്ട്, അതുമാത്രമല്ല ഡിപ്പെൻഡൻസും ഉണ്ടാവാറുണ്ട്. സോ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മോർഫിൻ ഡെറിവേറ്റീവ്സ് ഒക്കെ. സോ ലാസ്റ്റ് കാറ്റഗറി എന്ന് വെച്ചാൽ മെഡിസിൻ യൂസിന് ചെയ്യാറുണ്ട്, അബ്യൂസ് അധികം ഉണ്ടാവാറില്ല, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഡിപ്പെൻഡൻസും അധികം ഉണ്ടാവാറില്ല. സോ അതാണ് തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ. സോ ഇങ്ങനെയാണ് നമ്മൾ നോർമലി കാറ്റഗറി തിരിക്കുക. പല ടെക്സ്റ്റ് ബുക്കിലും പല രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക്കലി ABC കാറ്റഗറി ഓർ 1, 2, 3 കാറ്റഗറി ഇങ്ങനെയാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുവാണെങ്കിൽ പീരിയോഡിക്കലി റിവിഷൻ ആൻഡ് അപ്ഡേറ്റിംഗ് ഡ്രഗ് ഫോർമുലറി. നമ്മളൊരു ഡ്രഗ് ഫോർമുലറി ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ? അത് റിവൈസ് ചെയ്യണ്ടേ, അത് അപ്ഡേറ്റ് ചെയ്യണ്ടേ, കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണ്ടേ? അപ്പോൾ അത് ആവശ്യമാണ്. ഇനി അതുമാത്രമല്ല ഫാർമസിസ്റ്റുകളെ ടീച്ചിങ് പ്രോഗ്രാമിൽ കൊണ്ടുവരിക. കാരണം ബേസിക്കലി ഫാർമസിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് ആയിട്ടൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചിലപ്പോൾ അപ്ഡേഷൻ നടക്കണം എന്നില്ല, അവർക്ക് കാര്യങ്ങൾ അറിയണം എന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ടീച്ചിങ് പ്രോഗ്രാം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. അധികമൊന്നും അങ്ങനെ എടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. കുറച്ച് സ്പീഡായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം, കുഴപ്പമില്ല എന്നാലും. സോ റോൾ ഓഫ് PTs ഇൻ ADR മോണിറ്ററിങ്. സോ നമ്മൾ ഓൾറെഡി അറിയാം ADR മോണിറ്ററിങ് എങ്ങനെ നമ്മൾ ചെയ്യുക. അത് ADR ഉണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട്? ചെയർമാൻ ഓഫ് PTCയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അതുമാത്രമല്ല നമ്മൾ കംപ്ലീറ്റ് ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ട് ഫോമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം PTCയിൽ. കാരണം എന്നാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുമാത്രമല്ല ഈ ADR ഡ്രഗ് റിയാക്ഷൻ റിപ്പോർട്ടിംഗ് ഫോം കംപ്ലീറ്റ് ചെയ്യാനും PTCക്ക് റോൾ ഉണ്ട് കേട്ടോ. ഇനി അതുമാത്രമല്ല റോൾ ഓഫ് PTs ഇൻ എമർജൻസി ഡ്രഗ് ലിസ്റ്റിംഗ്. നമുക്കറിയാം ഒരു എമർജൻസി ഡ്രഗ് ബോക്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, റെഡിലി അവൈലബിൾ ആക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഇപ്പോൾ എല്ലാ ഡ്രഗുകളും വേണ്ടി വരണം എന്ന് നിർബന്ധമില്ല. അപ്പം എമർജൻസി ഡ്രഗ് എന്തൊക്കെ ആയിരിക്കണം. ഇനി അതുമാത്രമല്ല അത് റെഗുലർലി നേഴ്സും ഫാർമസിസ്റ്റും ചെക്ക് ചെയ്യണം, അവരുടെ സൂപ്പർവൈസറി ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല സിറിഞ്ച്, നീഡില്, ഫയൽസ്, എമർജൻസി ഡ്രഗ്സ്. സോ ഇപ്പോൾ സിറിഞ്ച് പറയുവാണെങ്കിൽ എത്ര തരത്തിലുള്ള സിറിഞ്ച് വേണം. ഇപ്പോൾ നമുക്ക് സിറിഞ്ചുകൾക്കറിയാം എത്രയാണ്, 2 ml, 5 ml, 10 ml. അപ്പോൾ ഈ സിറിഞ്ച് അവൈലബിൾ ആണ്. നീഡിലാണെങ്കിൽ എത്ര CC, 18 cc, 7 cc, 22 cc, അതേത് വേണം എന്നുള്ളത്. പിന്നെ എമർജൻസി ഡ്രഗ്, ഇപ്പോൾ എക്സാമ്പിൾ അട്രോപ്പിൻ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓർഗനോഫോസ്ഫേറ്റ് പോയിസണിങ് നമ്മൾ എന്താ ഉപയോഗിക്കാം, അട്രോപ്പിൻ ഉപയോഗിക്കും. സോ അട്രോപ്പിൻ വേണോ, പിന്നെ അല്ലാണ്ട് അഡ്രിനലിൻ വേണോ. അപ്പോൾ അങ്ങനെയുള്ള എമർജൻസി ഡ്രഗുകളുടെ ഇൻക്ലൂഡും അതിൽ ഉണ്ടായിരിക്കും. ഇനി ഡ്രഗ് യൂട്ടിലൈസേഷൻ പ്രൊഡക്റ്റ് ഡിഫക്റ്റ് മോണിറ്ററിംഗ് ആണ്. സോ നമ്മൾ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയിട്ട് സേഫ്റ്റി എല്ലാവർക്കും അറിയിക്കുക അല്ലെങ്കിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ PTC റോളാണ്. ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത്, പിന്നെ പ്രോപ്പർ ഡിസ്പെൻസിങ് എങ്ങനെയായിരിക്കണം, ആഡിക്വേറ്റ് സ്റ്റോറേജ് എങ്ങനെയായിരിക്കണം, പോയിസണസ് സബ്സ്റ്റൻസ്, നോൺ പോയിസണസ് സബ്സ്റ്റൻസ്, കൊറോസീവ് സബ്സ്റ്റൻസ്, നോൺ കൊറോസീവ് സബ്സ്റ്റൻസ്, ലിക്വിഡ്സുകൾ, അപ്പോൾ അതൊക്കെ എങ്ങനെ വെക്കണം എന്നുള്ളത്. പിന്നെ നാർക്കോട്ടിക്, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, ലീഗൽ റിക്വയർമെൻറ്റുകൾ, പിന്നെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്. ഇപ്പോൾ ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മുടെ വാട്ടർ ഫ്ലോ ഇഞ്ചക്ഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചില ഡ്രഗുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. സോ അതിൻ്റെയൊക്കെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് കൊടുക്കുക, പീരിയോഡിക് റിവിഷൻ ചെയ്യുക, ലൈബ്രറി ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്നതും PTCയുടെയും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ആണ്. പല ക്ലാസ്സിലും അല്ലെങ്കിൽ പല രീതിയിലും അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറിയിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ അത് വീണ്ടും ഒന്ന് എലാബറേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്, അധികം ഒന്നും അങ്ങനെ എടുത്ത് പഠിക്കാനില്ല. നോട്ട് നന്നായിട്ട് വായിക്കുക, അതാണ് നമുക്ക് മെയിനായിട്ട്. ഇത്രയും കാര്യങ്ങളാണ് PTCയിൽ പറയാനുള്ളത്. പിന്നെ PTCയിൽ പറയാനുള്ള ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മീറ്റിംഗ് കൂടുമ്പോൾ PTCയിൽ നമുക്ക് മീറ്റിങ്ങുകൾ നമുക്ക് കൂടേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ മീറ്റിംഗ് കൂടുമ്പോൾ അതിനകത്ത് എന്ത് കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കണം എന്നുണ്ടെങ്കിൽ, പുതിയ റിവിഷൻ ഓഫ് ഡ്രഗ് വരികയാണെങ്കിൽ ADRകൾ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ട് അല്ലേ ഒരു മീറ്റിങ്ങിൽ വരുമ്പോൾ. അതുമാത്രമല്ല ഫോർമുലറി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഡിലീഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് പറയണം. അതുമാത്രമല്ല പ്രീവിയസ് മിനിറ്റ്സുകൾ, അതൊന്നും കൂടെ പറയാം. ഒന്ന് പ്രീവിയസ് മിനിറ്റ്സുകൾ
ഉണ്ടെങ്കിൽ നമ്മൾ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സുകൾ, അതായത് ഇതിന് മുമ്പ് നടന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിനെപ്പറ്റി പറയണം. 2 എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫോമുലറിൽ റിവിഷൻ ആവശ്യമുണ്ടോ, ഡിലീഷൻ ആവശ്യമുണ്ടോ, ആ കാര്യങ്ങൾ നമ്മൾ പറയണം. 3 പറയേണ്ടത് പുതിയ ഡ്രഗുകൾ ഏതെങ്കിലും മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പുതിയ ഡ്രഗ് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പറയണം. ഇനി അതുമാത്രമല്ല 4 എക്സിസ്റ്റിംഗ് ADRO അങ്ങനെ ഏതെങ്കിലും ഓൺഗോയിങ് ADR ഉണ്ടെങ്കിൽ നമുക്കത് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ പറയണം. പിന്നെ 5 ഡ്രഗ് സേഫ്റ്റി, ഓക്കെ, ഡ്രഗ് സേഫ്റ്റീനെ പറ്റിയിട്ട് പറയണം. ആൻഡ് 6 സ്ലോ മൂവിങ്, അതായത് ചില ഡ്രഗൊക്കെ ഭയങ്കര സ്ലോ മൂവിങ് ഡ്രഗ്സ് ആയിരിക്കും. സോ സ്ലോ മൂവിങ് ഡ്രഗുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് മെൻഷൻ ചെയ്യുന്ന നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് പറയാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്താണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു PT സംബന്ധിച്ച് ഒരുപാട് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, അതായത് PTC എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 6 പ്രാവശ്യമെങ്കിലും 6 ടൈംസ് എത്രയാണ് 6 പ്രാവശ്യമെങ്കിലും അവരെന്ത് ചെയ്യണം, മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരിക്കണം. ഈ മീറ്റിങ്ങിൽ മെയിനായിട്ട് പറയേണ്ട അജണ്ടകളാണ് ഇത്രയും കാര്യം. ഞാൻ ഈ 6 പ്രാവശ്യം കൂടണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ PTC ഷുഡ് മീറ്റ് റെഗുലർലി അറ്റ്ലീസ്റ്റ് 6 ടൈം ഇൻ എ ഇയർ ആൻഡ് ഓൾസോ ആസ് വെൻ നെസസറി. അവർക്ക് ആവശ്യമുള്ളപ്പോഴും കൂടാം, പക്ഷേ അറ്റ്ലീസ്റ്റ് 6 ടൈമെങ്കിലും കൂടിയിരിക്കണം. ഈ ഒരു കാര്യം ഞാൻ എന്തായില്ല വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, നോട്ടിൽ ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഞാൻ ഈ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടില്ല കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും നന്നായിട്ട് വായിക്കുക, പഠിക്കുക, സെറ്റാക്കുക. അപ്പോൾ നെക്സ്റ്റ് കാണാം. ബൈ.